എല്ലാവർക്കും സുൽഫത്ത് ഗ്രീനറിയിലേക്ക് സ്വാഗതം. ഞാനിപ്പോ നിൽക്കണത് HDP ചട്ടി നട്ട കൊത്തമരയുടെ അടുത്താണ്. അപ്പൊ കൊത്തമരയൊക്കെ നന്നായിട്ട് കായ്ച്ചിട്ടുണ്ട്. അപ്പൊ കൊത്തമര എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, നമ്മൾ സാമ്പാറിലും അതേപോലെ മെഴുക്കുവരട്ടി ഉണ്ടാക്കാനൊക്കെ ഉപയോഗിക്കുന്നതാണ് കൊത്തമരം. ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുള്ളതാണ് കേട്ടോ കൊത്തമര എന്ന് പറഞ്ഞാൽ. ഒരുപാട് പോഷകങ്ങളൊക്കെ അടങ്ങിയിട്ടുള്ളതാണ് കൊത്തമരയില്. അപ്പൊ നമുക്കിപ്പോ ഇപ്പൊ ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ലൊരു വിളയുണ്ട് കൊത്തമരയൊക്കെ. ഈ സീസണിലൊക്കെ എന്ന് പറഞ്ഞാൽ ഒരുപാട് ഉണ്ടാകും നമ്മൾ കൊത്തമര നട്ട് കഴിഞ്ഞാല്. അപ്പൊ നമുക്ക് ഇപ്പൊ കണ്ട, ഞാനിപ്പോ ഒരു HDP ചട്ടിയിൽ ഇപ്പൊ ഒരു 3 തൈ 2 തൈ ഒക്കെ വെച്ചാണ് നട്ടേക്കണത്. നമുക്ക് ഒരു 5 തൈ വരെ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു ചട്ടി തന്നെ നടാം. കൊത്തമര കണ്ട, ഇതൊരു 2 ചെടിയാണ്. ഈ 2 ചെടിയുമ്പോൾ തന്നെ നിറച്ച് കായാണ് ഉണ്ടായേക്കണത്. അടിയിന്ന് തുടങ്ങിയാണ് കായ ഉണ്ടാവുള്ളൂ. കൊത്തമരക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാവണ ഒരു വിളയുണ്ട് കൊത്തമര. നമ്മ ചെടി നട്ടതിന് പെട്ടെന്ന് തന്നെ പൂവുണ്ടാവും, പെട്ടെന്ന് തന്നെ കായ ഉണ്ടാവും. നിങ്ങക്ക് കണ്ടാൽ തന്നെ അറിയാലോ, ഒരു ചെറിയ ചെടിയാണ്. ആ ചെടിയുടെ അടി തുടങ്ങി കായ്ച്ചെടുക്കണേണ്. അപ്പൊ നമുക്ക് ഇങ്ങനത്തെ ഒരു HDP ചട്ടിയില് നമുക്കൊരു 5 ചെടി വരെ നമുക്ക് നടാം. അപ്പൊ നമുക്കൊരു 5 ചട്ടിയിൽ നട്ട് കഴിഞ്ഞാല് നമ്മുടെ ആവശ്യത്തിനുള്ള കൊത്തമര നമുക്ക് വിളവെടുത്തോണ്ടിരിക്കുക. കണ്ട, കൊത്തമരയുടെ പൂക്കൾ കണ്ടില്ലേ? ഇതേപോലെയാണ് പൂക്കള്. ഓരോ ഇലയുടെ ഇടയിലും ഇതിന് പൂവുണ്ടാവും. അതേപോലെ തന്നെ ഓരോ ഇലയുടെ ഇടയിലും കായും ഉണ്ടാവും. കണ്ട, കൊല കുത്തിയാണ് കായകളൊക്കെ ഉണ്ടായേക്കണത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളതാണ്. അപ്പൊ നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ ഫ്രഷ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാമല്ലോ. നമ്മൾ കടയിൽ നിന്നെല്ലാം സാധാരണ കൊത്തമര മേടിച്ച് ഉപയോഗിക്കണത്. നമ്മുടെ വീട്ടിലൊക്കെ കൃഷി ചെയ്യണൊക്കെ വളരെ കുറവാണ് എല്ലാവരും. പക്ഷെ നമുക്ക് കണ്ട, ചട്ടിയിലും ഇതേപോലെ നന്നായിട്ട് തന്നെ നമുക്ക് കൊത്തമര കൃഷി ചെയ്യാം. കൊത്തമരയുടെ കൃഷി രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, കൊത്തമരയുടെ വിത്തുകൾ നമുക്ക് മേടിക്കാൻ കിട്ടും. വിത്ത് നമുക്ക് പാകി മുളപ്പിക്കാം. ഇപ്പൊ നമുക്കിപ്പോ ഈ ചട്ടി തന്നെ ആണെങ്കിൽ ഇപ്പൊ ഈ ചട്ടി തന്നെ ഒരു 5 വിത്തിട്ട് കൊടുക്കാം. എന്നിട്ട് വിത്ത് തലേ ദിവസം വെള്ളത്തിലിട്ട് കുതിർത്താൻ വെക്കാം. രാവിലെ തന്നെ നമുക്ക് അടിവളമായിട്ട് ചാണകപ്പൊടി, വേപ്പും പിണ്ണാക്ക്, എല്ലുപൊടിയൊക്കെ വേണമെങ്കിൽ ഇട്ട് കൊടുക്കുക അടിവളമായിട്ട്. എന്നിട്ട് നമുക്ക് അതിൽ വിത്തിട്ട് കൊടുക്കാം. പിന്നെ അവിടെ നിന്ന് തന്നെ തൈ മുളച്ച് വന്നോളൂ. മുളച്ച് വന്നു കഴിഞ്ഞാല് ശരിക്കും പറഞ്ഞാല് ഒരു 40 ദിവസമൊന്നും വേണ്ട കൊത്തമര ഉണ്ടാവാൻ തുടങ്ങാനായിട്ട്. പെട്ടെന്ന് തന്നെ ഉണ്ടാവണാണ് കൊത്തമര. നമുക്കൊരു 45 ദിവസം കൊണ്ട് തന്നെ വിളവെടുക്കാൻ പറ്റിയതാണ് കൊത്തമര എന്ന് പറഞ്ഞു കഴിഞ്ഞാല്. അപ്പൊ നമുക്ക് പരിചരണം എന്ന് പറഞ്ഞാൽ പിന്നെ സ്യൂഡോമോണസ് മെയിനായിട്ട് വന്നത് ഇതേപോലെ കണ്ട ഇലകളിൽ ഇങ്ങനെ കറുത്ത കുത്തുകൾ വരും. അപ്പൊ നമുക്ക് സ്യൂഡോമോണസ് ഒരു 2 ആഴ്ചയിൽ ഒരിക്കലും ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക. അല്ലാണ്ട് വേറെ പ്രത്യേകിച്ച് കീടങ്ങളുടെ ശല്യമൊന്നും കൊത്തമരക്ക് ഉണ്ടാവാറില്ല. നമ്മൾ സാധാരണ പയറൊക്കെ നട്ട ചായയുടെ ശല്യമൊക്കെ വരും. കൊത്തമരക്ക് ചായയുടെ ശല്യമൊന്നും വരൂല. നമുക്ക് സ്യൂഡോമോണസ് മാത്രം 2 ആഴ്ചയിൽ ഒരിക്കലും ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ വേറെ പ്രത്യേകിച്ച് പരിചരണങ്ങളൊന്നും വേണ്ട. വേനൽക്കാലം ആയതുകൊണ്ട് നമ്മ ദിവസത്തിൽ ഒരു പ്രാവശ്യം നമ്മ നനച്ചും കൊടുത്താൽ മതി. നമുക്ക് കണ്ട ഇതേപോലെ നല്ല രീതിയിൽ തന്നെ നമുക്ക് കൊത്തമര വിളവെടുക്കാം. അപ്പൊ നമുക്ക് കൊത്തമര ഒന്ന് വിളവെടുക്കാം. അപ്പൊ കൊത്തമര കണ്ട, നമുക്ക് നിറച്ച് കായ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ നമ്മ എപ്പോഴും വിളവെടുത്താലാ ഇത് വീണ്ടും വീണ്ടും ഉണ്ടാവുള്ളൂ. കാരണം ഇതിന് ഭയങ്കര വെയിറ്റ് ആണ്. ഈ ചെടി താങ്ങാനുള്ള കായകൾക്ക് വെയിറ്റ് ഉള്ളതുകൊണ്ട് ചെടി താങ്ങൂല. അപ്പൊ നമ്മ എപ്പോഴും കൊത്തമര ആവണ കൊത്തമര നമുക്ക് പറിച്ചെടുത്തോളണം. അല്ലെങ്കിൽ ചെടി നമുക്ക് ഇതേപോലെ എടുത്താൽ മതി. കത്തിയൊന്നും വേണ്ട കേട്ടോ കൊത്തമര വിളവെടുക്കാനായിട്ട്. ഇതേപോലെ പിരിച്ചെടുത്താൽ മതി. അപ്പൊ ചെടിക്ക് ഒരു കേടും പറ്റൂല. അപ്പൊ നമ്മ എപ്പോഴും കൊത്തമര ഇങ്ങനെ കായായി വരുമ്പോ തന്നെ, ഇപ്പൊ ആദ്യം ചെടി നടുമ്പോ തന്നെ നമ്മ ഒരു കോലൊക്കെ വെച്ച് കെട്ടി കൊടുക്കണം. അല്ലെങ്കിൽ കായ ഉണ്ടാവുമ്പോ ചെടി മറിനൊക്കെ വീണ് കിടക്കും. അപ്പൊ നമ്മ ഉദ്ദേശിച്ച രീതിയിൽ ചെടി വളരൂല. അപ്പൊ നമ്മ എപ്പോഴും ആവണ കൊത്തമര നമ്മ ചെടിയുമെന്ന് പറിച്ച് മാറ്റണം. ഇതേപോലെ കണ്ട, ഒരു ചെടിയുമെന്ന് തന്നെയാണ് നമുക്ക് ഇഷ്ടംപോലെ കൊത്തമര കിട്ടണം. ഇനി ഇതുപോലെ ഇഷ്ടംപോലെ പൂവും കായൊക്കെ ഉണ്ടാവുന്നുണ്ട്. അപ്പൊ ഈ പൂവൊക്കെ നമുക്കിനി കായായി കിട്ടുകയും ചെയ്യും. അപ്പൊ നമ്മ കൊത്തമര നമ്മുടെ നാട്ടിൽ ഉണ്ടാവൂല. എല്ലാവരും ധാരണ നമ്മുടെ നാട്ടിൽ കൊത്തമര ഒന്നും ഉണ്ടാവൂല എന്നാണ്. പക്ഷെ നമ്മ കൃഷി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏത് വിളകളും നമ്മുടെ നാട്ടിൽ നന്നായിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇതിലിപ്പോ ചെറിയതും ഉണ്ടാവേണ്ട. നമ്മിപ്പോ വിളവെടുത്തതിൽ നിന്ന് ചെറിയ കായ ഉണ്ടാവേണ്ട. അപ്പൊ നമ്മ ഇത് പറിച്ചു കൊടുത്തെങ്കിൽ മാത്രമേ ആ കായൊക്കെ വലുതായി കിട്ടുള്ളൂ. അപ്പൊ നമുക്ക് ഇതേപോലെ വളങ്ങൾ എന്തെങ്കിലും ഇനിയിപ്പോ സ്ലറി രൂപത്തിലുള്ള വളങ്ങൾ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ നമുക്കിങ്ങനെ കുറെ നാൾ ചെടിയുമെന്ന് വിളവെടുത്തോണ്ടിരിക്കുക. കൊത്തമരക്ക് പ്രത്യേകിച്ച് സീസൺ ഒന്നും ഇല്ല കേട്ടോ. നമുക്ക് ഏത് സമയത്ത് വേണമെങ്കിലും നടാം. പക്ഷെ ഈ സമയത്താണ് കൂടുതലായിട്ട് കായ പിടിക്കണതൊക്കെ. ഈ മഞ്ഞ ടൈമിലാണ് ഇഷ്ടംപോലെ കായ പിടിച്ച് കിട്ടണതൊക്കെ. അല്ലെങ്കിൽ നമുക്ക് ഏത് ടൈമിൽ വേണമെങ്കിലും കൊത്തമരയൊക്കെ കൃഷി ചെയ്യാം. അപ്പൊ കൊത്തമരയുടെ വിത്തുകളൊക്കെ നമുക്ക് മേടിക്കാൻ കിട്ടും. അപ്പൊ കൊത്തമരയൊക്കെ മേടിച്ച് നമുക്ക് നട എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയ ഒരു വിളയാണ്. കീടങ്ങളുടെ ആക്രമണങ്ങൾ കുറവാണ്. കാരണം കായക്കുള്ള
കീടങ്ങളുടെ ആക്രമണങ്ങൾ കുറവാണ്. പയറൊക്കെ എന്ന് പറഞ്ഞാൽ ചായ ശല്യം, ഇങ്ങനെ ആ കൊറ്റന്റെ ശല്യമൊക്കെ വരും. കൊത്തമരക്ക് ആ വക ശല്യങ്ങളൊന്നും തന്നെ വരാറില്ല. അപ്പൊ നമുക്ക് എളുപ്പത്തിൽ കൃഷി ചെയ്യാൻ പറ്റിയ ഒരു വിളയാണ്. നമ്മ എല്ലാ ദിവസവും ഒന്നും കൊത്തമര ഉപയോഗിക്കില്ല. അപ്പൊ നമുക്ക് കഴിക്കണമെന്ന് തോന്നുമ്പോ നമുക്ക് നടണമെന്നുണ്ടെങ്കിൽ നമ്മ ഒരു 5 ചട്ടിയിലെങ്കിലും കൊത്തമരയൊക്കെ നട്ടുപിടിപ്പിക്കുക. ഇതേപോലെ അപ്പൊ നമുക്ക് നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ പറിച്ചെടുക്കുമ്പോ അതിനൊക്കെ ഒരു പ്രത്യേക ടേസ്റ്റ് ആണല്ലോ. പിന്നെ നമ്മ യാതൊരുവിധ മരുന്നുകളൊന്നും അടിക്കാത്ത കൊത്തമര നമുക്ക് കഴിക്കുകയും ചെയ്യാം. കൊത്തമരയിലൊക്കെ നല്ല മരുന്നടിച്ച് വരുന്നതാണ് കടകളിലൊക്കെ. കാരണം ഇത് നമ്മ തോലൊന്നും ഒലിച്ച് കളയണതല്ല, ഇത് അതേപടി അരിഞ്ഞെടുക്കണതാണല്ലോ, ഒന്നും കളയാനില്ല കൊത്തമരയെന്ന്. അപ്പൊ അങ്ങനെയുള്ള പച്ചക്കറികളൊക്കെ നമ്മ കഴിയുന്നത് നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ എല്ലാവരും ശ്രദ്ധിക്കണം. കാരണം നമുക്ക് എളുപ്പത്തിൽ കണ്ട ഇതേപോലെ കൃഷി ചെയ്യാൻ പറ്റിയതാണ്. അപ്പൊ ഇതേപോലെയൊക്കെ നമുക്ക് പൊട്ടിച്ചെടുത്ത് നമുക്ക് ഉപയോഗിക്കാം നമ്മുടെ ആവശ്യത്തിന്. അപ്പൊ എല്ലാവരും വീട്ടിൽ കൊത്തമരയൊക്കെ നടാ. ഇത് കുറച്ചു നേരം പിടിക്കും നമ്മ ഇങ്ങനെ പറിച്ചെടുക്കാനായിട്ട്. ചെടി കേട് പറ്റാണ്ട് നമ്മ പറിച്ചെടുക്കണമല്ല. അപ്പൊ അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് വേണം നമ്മ കൊത്തമര എടുക്കാനായിട്ട്. അല്ലെങ്കിൽ ഈ ചെടിക്ക് കേടും പറ്റത്. പിന്നെ അതിന്റെ അടിയിലൊക്കെ ചെറിയ പയറുള്ളത് കൊണ്ട് നമ്മ വളരെ ശ്രദ്ധിച്ച് തന്നെ എടുക്കണം. അപ്പൊ ആ പയറിനും കേട് പറ്റാത്ത രൂപത്തിൽ വേണമല്ലോ എടുക്കാനായിട്ട്. എന്താ നമ്മ 2 ചെടിയുമെന്ന് പറിച്ചപ്പോ തന്നെ നമുക്ക് ഇഷ്ടംപോലെ കൊത്തമര കിട്ടിയിട്ടുണ്ട്. നമ്മ നന്നായിട്ട് നോക്കുകയാണെങ്കിൽ നന്നായിട്ട് തന്നെ ഇഷ്ടം പോലെ കായ തന്നെ ഉണ്ടാവും. ഇഷ്ടം പോലെ പറിച്ചെടുക്കാം. ഒരു 5 ചട്ടിയിൽ ശരിക്ക് നമ്മ ഒരു 5 ചെടി വെച്ച് നടാം. ഒരു ചെടിയല്ല കേട്ടോ, നമുക്ക് 5 ചെടി വെച്ച് കൊത്തമര ഒരു ചട്ടിയിൽ. അപ്പൊ നമുക്ക് അധികം ചട്ടികളുടെ ആവശ്യവും വന്നില്ല. എല്ലാവരും ഈ കൊത്തമരയുടെ വിത്തുകളൊക്കെ മേടിച്ച് നടാ. തൈ കിട്ടണവർക്ക് തൈ മേടിച്ച് നടാ. കണ്ട ഇഷ്ടംപോലെ നമുക്ക് കൊത്തമര കിട്ടിയിട്ടുണ്ട്. അപ്പൊ എല്ലാവരും കൊത്തമരയൊക്കെ വീട്ടിൽ കൃഷി ചെയ്യണം. ഈ വീഡിയോ പറ്റി എന്തെങ്കിലും അഭിപ്രായങ്ങളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ വീഡിയോക്ക് താഴെ കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക.